കോൺഗ്രസ് നേതാവ് എം ലിജു നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ എം ലിജു, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തെ ഹിന്ദു വക്രീകരിച്ചു അല്ലെങ്കിൽ തെറ്റായാണ് പ്രസിദ്ധീകരിച്ചത് എന്ന് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജ് ഹിന്ദുവിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള തിരുത്തലിന് അവർ പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് ഇതൊരു PR ഏജൻസി എഴുതി നൽകിയതാണ് എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ഹിന്ദുവിന്റെ ലേഖികയ്ക്കൊപ്പം ഒരു PR ഏജൻസി ഉണ്ടായിരുന്നു. അവരാവശ്യപ്പെട്ടതിനനുസരിച്ചാണ് അഭിമുഖം എടുത്തത്. അവർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ മലപ്പുറം പരാമർശം ഉൾപ്പെടെ ഇതിൽ എഴുതി ചേർത്തത്. എത്രത്തോളം ഗുരുതരമാണ്, കോൺഗ്രസ് എങ്ങനെ കാണുന്നു? ഒരു വളരെ ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. ഒന്ന്, മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ പറയാത്ത കാര്യങ്ങൾ അഡീഷണലായിട്ട് എഴുതി കൊടുത്താണ് വരുന്നത് എന്നത് ഒരു വ്യക്തി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പേഴ്സണൽ കപ്പാസിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ, ആ സ്ഥാനത്തിരിക്കേണ്ട ഒരാൾക്ക് സ്വന്തമായ അഭിപ്രായമില്ലാതെ അദ്ദേഹങ്ങളുടെ അഭിപ്രായം പറയാറ് അഡീഷണലായി എഴുതി കൊടുത്താണ് അഭിമുഖം പൂർത്തീകരിക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രശ്നം, ഇങ്ങനൊരു വിശദീകരണം വന്നപ്പോഴാണ് ഇത് വിവാദമായപ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്ന കാര്യത്തിൽ യാതൊരു ഇതുമില്ല. ഇത് വിവാദമായി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ മനസ്സിലിപ്പ് പുറത്തു വന്നെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ശ്രമമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ പ്രശ്നം, ഇപ്പൊ മാധ്യമങ്ങൾ, ഇപ്പൊ ഹിന്ദുവിന്റെ വിശ്വാസമൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, പക്ഷെ വളരെ പ്രഖ്യാപിതമായ CPM അനുകൂല നിലപാടുള്ള ഒരു മാധ്യമം കൂടിയാണ് ദ ഹിന്ദു. എൻ റാമിനെ പോലുള്ള ആളുകൾ അതിന്റെ തലപ്പത്തിരുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന ഈ തിരുത്തലിനകത്ത് പോലും അതൊരു കൃത്യമായി ആ മാധ്യമത്തിന്റെ വിശ്വാസ്യതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ലെങ്കിലും അതുപോലും മാനിപ്പുലേറ്റഡ് ആണോ, ഈ സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി ഈ വിവാദത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണോ എന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ പുറത്തു വന്നത് മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പാണ്, അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇവരുടെ ആത്യന്തികമായ ഒരു മതേതര ജനാധിപത്യ പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെയൊക്കെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധത ആണ് പുറത്തു വന്നത്. കൂടാതെ ഇതിന്റെ പിന്നെ മറ്റൊരു തന്ത്രം കൂടിയുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ RSSമായിട്ടാണല്ലോ രഹസ്യധാരണ, വളരെ കൃത്യമായ RSSമായി ഉണ്ടാക്കുന്ന ഒരു ധാരണ, RSSന് ഇഷ്ടമുള്ളത് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൃത്യമായ ഒരു RSS അനുകൂലിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നതിനുള്ള തെളിവ് കൂടിയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കോൺഗ്രസിന്റെ പ്രതികരണം ആ വിധത്തിൽ തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് KPCC ജനറൽ സെക്രട്ടറി M ലിജു പറയുകയും ചെയ്തിട്ടുള്ളത്.